കോടതി തന്നെ മീഡിയ വൺ കേസിലടക്കം പലപ്പോഴും പറയുന്നത് ഭരണകൂടം എങ്ങനെ ഈ അതിൻ്റെ രാഷ്ട്രീയ സംഘടനകളും ഭരണകൂടവും എങ്ങനെയാണ് ഇത്തരത്തിലൊരു ചില്ലിംഗ് എഫക്റ്റ് ഉണ്ടാക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ മുകളിലുള്ള ആക്രമണത്തിലൂടെ എന്നുള്ളതിൻ്റെ വിധികളടക്കം സുപ്രീം കോടതിയിൽ തന്നെയുണ്ട്. പിന്നെ കോടതിയെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടാണ് കോടതി വിധികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതോ കോടതി വിധികളിലെ ശരിതെറ്റുകളെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യുന്നതോ ഒന്നും ഭരണഘടനാ വിരുദ്ധമോ ജനാധിപത്യ വിരുദ്ധമോ അല്ല. ടീസ്റ്റാ സെതൽവാദിനെ സക്കിയ ജാഫ്രി കൊടുത്ത കേസിൽ എഹ്സാൻ ജാഫ്രി അടക്കമുള്ള നിരവധി പേരെ ചുട്ടുകൊന്ന ഗുൽബർഗ മാസക്കറിന്റെ കേസിൽ അതിൽ കുറ്റവാളികളെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സക്കിയ ജാഫ്രി കൊടുത്ത കേസിൽ ടീസ്റ്റാ സെതൽവാദിനെതിരെ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ നീതി ന്യായ സംവിധാനത്തിന്റെ കളങ്കമാണ് എന്ന് നമ്മൾ പറയുകയും അതിനെതിരെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അങ്ങനെ നിരവധി വിധികൾ സുപ്രീം കോടതിയിൽ ഉണ്ടാകുന്നുണ്ട്, കോടതികളിൽ നിന്നുണ്ടാകുന്നുണ്ട്. കാരണം ഒരു ഫാഷിസ്റ്റ് ഭരണകൂടത്തിന്റെ ഒരു ടോട്ടാലിറ്റേറിയൻ റെജീമിന്റെ കീഴിലുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള അതിനനുകൂലമായ വിധികൾ ഉണ്ടാകുന്ന ഒരു സമ്പ്രദായം കോടതികളിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ഒരു ജനാധിപത്യ സമരം കോടതിക്കകത്തും പുറത്തും ഉണ്ടാകുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ചില്ലിംഗ് എഫക്ട് സമൂഹത്തിൽ മൊത്തമായി ഉണ്ടാക്കുക. നിങ്ങൾ മോദി എന്നൊരു വാക്കെഴുതുമ്പോൾ ഗുജറാത്ത് കലാപം മോദി എന്ന് രണ്ട് കൂട്ടിച്ചേർത്ത് എഴുതാൻ നിങ്ങൾ മടിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക. NS മാധവന്റെ തിരുത്ത് എന്ന കഥ നമുക്ക് ഓർമ്മയില്ലേ? തർക്കമന്ദിരമെന്ന് ബാബറി മസ്ജിദ് എന്നൊക്കെ പറയുന്ന ഇത് മാറ്റി ഇത് നമ്മൾ പോലും ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ ബാലൻസിങ് വേണം. എന്ത് ബാലൻസിങ്, എന്ത് ഒത്തുതീർപ്പ്? മോദി എന്ന് പറയുന്നതിൻ്റെ ഒപ്പം പറയേണ്ട ഒരു വാക്കാണോ ഗാന്ധി എന്നുള്ളത്? ഗാന്ധിയെ കൊന്ന പ്രത്യയശാസ്ത്രത്തിന്റെ കൊടിയും പിടിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ മോദിയുടെയും ഇന്ത്യയിലെ എത്രയോ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുകയും അതിന്റെ ഗുണം ചെലുത്തുകയും വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം വിൽക്കുകയും അത് രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്കുണ്ടാക്കുകയും രാഷ്ട്രീയ അധികാരത്തിലേക്ക് വരികയും ചെയ്യുന്ന RSSും അതിന്റെ കൊലപാതക കേന്ദ്രങ്ങളും കൂടി മുസ്ലിങ്ങൾക്കെതിരെ നടത്തുന്ന വംശഹത്യ പ്രചരണത്തിന്റെയും വെറുപ്പിന്റെ ആക്രമണത്തിന്റെയും ഫലശ്രുതി കൂടിയാണ് ഈ മോദിയുടെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി പറയാം. ഇവിടെ ഈ ചർച്ചയിൽ ഇപ്പോ ബാക്കി രണ്ടുപേരും കൂടി ആര് പറയുമ്പോഴും ഇവിടുത്തെ BJP സംഘപരിവാർ അനുകൂലികൾ ഷൗട്ട് ഔട്ട് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. അത് വേറൊരു കാര്യം. ബാക്കിയുള്ളവർ പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ. അവരുടെ സമയത്ത് മാത്രം സംസാരിക്കുന്ന ജനാധിപത്യ മര്യാദ അവർക്കറിയില്ല. ഏത് സ്റ്റുഡിയോയിലും ഇതാണ് അവരുടെ പരിപാടി. മറ്റൊന്നുകൂടി പറയാം, ഇതിൽ കൂടുതൽ കാണിച്ചു, ബാലൻസിങ് കാണിച്ചില്ലെന്ന്. ബിൽക്കിസ് ബാനുവിന്റെ കേസിലടക്കം ഇവിടെ നേരത്തെ ആർഷോ പറഞ്ഞതൊക്കെ പോലെ സിനിമയിലൊന്നും കാണിക്കാൻ വയ്യാത്ത നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യരുടെ ജഡങ്ങൾക്കും അവർക്ക് നേരെ കാണിച്ച ക്രൂരതകൾക്കും മുകളിൽ നടന്നതാണ് ഗുജറാത്ത് കലാപം മാത്രമോ? ഈ ഏറ്റവും അടുത്ത് നടന്ന ഡൽഹി കലാപത്തിലടക്കം ആ കലാപത്തിനെതിരെ സംസാരിച്ച ഉമർ ഖാലിദ് അടക്കമുള്ളവരെയാണ് ഇപ്പൊ തടവിലിട്ടിരിക്കുന്നത്. ഗോലിമാരോ സാലോങ്കോ എന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് BJPയുടെ നേതാക്കളാണ്. വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം ചർച്ചയ്ക്ക് വിളിച്ചു പറയുന്നവർക്കാണ് BJPയിലും സംഘപരിവാറിലും നേതൃസ്ഥാനത്തേക്ക് എത്താൻ കഴിയുക. ഞാൻ പറയുന്നത് ഈ ഒരു ഭീതിയുടെ അന്തരീക്ഷം നമ്മുടെ ചർച്ചകളിലടക്കം നമ്മുടെ പൊതുസമൂഹത്തിലടക്കം ഉണ്ടാക്കുകയും ഞങ്ങൾക്കെതിരെ പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ പ്രതികരിക്കുമെന്ന് കാണിക്കുകയും ഇതാദ്യത്തെ സംഭവമല്ല. ഇവിടെ ഭാരത് മാതയുടെ ചിത്രം വരച്ച MF ഹുസൈനെ ഈ നാട്ടിലേക്ക് കടന്നു വരാൻ കഴിയാതെ ഇന്ത്യയിൽ നിന്നും ഓടിച്ചവരാണ് ഈ RSSകാരും സംഘപരിവാറുകാരും. ഇവിടെ ഹിന്ദു ദൈവങ്ങളെക്കുറിച്ച്, ഹിന്ദു പുരാണങ്ങളെക്കുറിച്ച്, രാമായണത്തെക്കുറിച്ച്, മഹാഭാരതത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചർച്ച നടത്തിയോ? അതിൻ്റെ നിരവധി ധാരകളെക്കുറിച്ച് ചർച്ച നടത്താൻ അനുവാദമുണ്ടായിരുന്ന നൂറ്റാണ്ടുകളുടെ ഒടുവിൽ BJPയിലേക്കും ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്കും എത്തി നിൽക്കുമ്പോൾ അവർക്ക് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ രാമായണമേ ഉള്ളൂ, വില്ലുകുലച്ച രാമനേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു സംവാദമില്ല, ചിത്രമില്ല, ഒന്നുമില്ല. അതിനെയെല്ലാം അടിച്ചുടയ്ക്കുന്ന സമീപനമാണ് അവരുടേത്. അതിന് കൂട്ടുനിൽക്കാൻ കഴിയില്ല. ഒരു ഒറ്റ വരി കൂടി പറയട്ടെ അഭിലാഷേ, ഒരു കാര്യം കൂടി പറയട്ടെ. ഇവിടെ പറഞ്ഞു ബാലൻസിങ്. ഫാഷിസ്റ്റുകളുമായിട്ടും ഹിന്ദുത്വ രാഷ്ട്രീയമായിട്ടും ഒരു ഒത്തുതീർപ്പുമില്ല, ഒരു ബാലൻസിംഗുമില്ല. അതുമായിട്ട് എതിർപ്പ് മാത്രമേ ജനാധിപത്യ രാഷ്ട്രീയത്തിനുള്ളൂ.